മലബാറിലെ +1 സീറ്റുകളുടെ അപര്യാപ്തതയിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ കരിങ്കൊടി കാട്ടി KSU പ്രവർത്തകർ. കോഴിക്കോട് ഗസ്റ്റ് ഹൌസിന് മുൻപിലാണ് പ്രതിഷേധം. മന്ത്രി ഇപ്പോൾ പോകുന്നത് SFIയുടെ വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, തൊട്ടു മുൻപ് വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതിൽ കോഴിക്കോട് ജില്ലയിൽ പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾ 7970 പേർ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ കരിങ്കൊടി കാട്ടി KSU പ്രവർത്തകർ. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അർജുന, മലബാറിലെ +1 സീറ്റിൽ പ്രവേശനം നേടാത്ത നിരവധി വിദ്യാർത്ഥികൾ, ഏകദേശം മലപ്പുറം ജില്ലയിൽ മാത്രം അത് 20,000-അടുത്ത് വരും എന്നുള്ളത് മന്ത്രി തന്നെ പിന്നീട് വ്യക്തമാക്കി. അതിന്റെ കൃത്യമായ കണക്കുകൾ നമുക്ക് അല്പസമയത്തിനകം ലഭ്യമാക്കുകയും ചെയ്യും. ഒപ്പം തന്നെ 8000-ഓളം പേർ ഇവിടെ കോഴിക്കോട് ജില്ലയിലും അത്തരത്തിൽ ഈ അലോട്ട്മെന്റിന് പ്രവേശനം നേടാത്ത 8000-ഓളം പേരും ഉണ്ട് എന്നുള്ളത് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് KSU പ്രവർത്തകർ മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാട്ടിയത്. വിദ്യാഭ്യാസ മന്ത്രി SFIയുടെ ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സെമിനാറിൽ പങ്കെടുക്കാനായി ഗസ്റ്റ് ഹൌസിൽ നിന്നും പുറപ്പെട്ട വേളയിലാണ്, ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞ് നേരെ SFIയുടെ ദേശീയ സെമിനാറിൽ പങ്കെടുക്കാൻ പുറപ്പെട്ട വേളയിലാണ് കോഴിക്കോട് ഗസ്റ്റ് ഹൌസിന്റെ പുറത്ത് വെച്ച് KSU പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയത്. KSU കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് VT സൂരജിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ മന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് നേരെ കരിങ്കൊടി കാട്ടുന്ന ഒരു സംഭവം ഉണ്ടായത്. ഉടൻ തന്നെ മന്ത്രിയുടെ സുരക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പ്രവർത്തകർക്ക് മേൽ ചാടി വീഴുകയും ഉടൻ തന്നെ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്യാൻ സാധിച്ചു. ഇന്ന് ജില്ലയിലുള്ള മന്ത്രിക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു. അതിനൊരു സാഹചര്യം ഈ +1 സീറ്റ് പ്രതിസന്ധിയല്ല, ഭാരതാംബ വിവാദം കൊടുമ്പിരിക്കൊള്ളുകയാണ്. സർക്കാരും ഗവർണറും രണ്ട് തട്ടിലായി നിൽക്കുകയാണ്. സർക്കാർ ഗവർണർ പോര് ശക്തമായി തുടരുകയാണ്. ഇതിനെതിരെ BJPയുടെ സംഘടനകൾ വലിയ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. BJPയുടെ വിദ്യാർത്ഥി വിഭാഗമായ ABVPയുടെ നേതൃത്വത്തിൽ മന്ത്രിയെ വഴിയിൽ തടയുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കോഴിക്കോട് ഇതുവരെയായി അവർ മന്ത്രിയെ വഴിയിൽ തടഞ്ഞിട്ടില്ല. വൈകുന്നേരമായിരിക്കും അവരുടെ പ്രതിഷേധം എന്നാണ് അറിയുന്നത്. മന്ത്രിയുടെ അവസാനത്തെ പരിപാടിയും കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് ആ പ്രതിഷേധം ഉണ്ടാവുക എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം മന്ത്രിയുടെ അവസാനത്തെ പരിപാടി BJPക്ക് കുറച്ചുകൂടി സ്വാധീനമുള്ള തളിയിലാണ്. ആ തളിയിലായിരിക്കും ഈ ABVPയുടെ പ്രതിഷേധം ഉണ്ടാവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ മന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു. കോഴിക്കോട് ജില്ലയിലുടനീളം പോലീസുകാരെ മന്ത്രിയുടെ പരിപാടി നടക്കുന്ന ഇടങ്ങളിലെല്ലാം തന്നെ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുമുണ്ട്. അതിനിടെയാണ് KSU പ്രവർത്തകർ ഈ ഒരു മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മന്ത്രിക്ക് നേരെ ഇപ്പോൾ കരിങ്കൊടി കാണിച്ചിരിക്കുന്നത്. ഈ ഒരു വിഷയം കൃത്യമായി തന്നെ ഇടപെട്ട് പരിഹരിക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ അത് എത്രമാത്രം കൃത്യമായി പരിഹരിക്കാൻ സർക്കാരിന് സാധിക്കുമെന്നുള്ളത് ചോദ്യചിഹ്നമാണ്. കാരണം മുൻവർഷങ്ങളിലേതെല്ലാം തന്നെ പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടും ഈ സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കുന്ന അല്ലെങ്കിൽ സ്വകാര്യ സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ടി വന്ന നിരവധി വിദ്യാർത്ഥികൾ മലബാറിലുണ്ട്. ഇത്തവണയും അതായിരിക്കും സ്ഥിതിയെന്ന് സർക്കാരിനും അറിയാം, പ്രതിപക്ഷത്തിനും അറിയാം. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് KSU പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തത്. സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ഇവർക്ക് പുതിയ അപേക്ഷകൾ നൽകാമെന്നാണ് മന്ത്രി പറഞ്ഞത്. പക്ഷേ ഇതൊരു തരത്തിലും സീറ്റുകൾ കിട്ടില്ല എന്നാണ് തോന്നുന്നത്, അല്ലേ? ഒരുപാട് പേരുടെ പ്രശ്നം പരിഹരിക്കപ്പെടും. പക്ഷെ പൂർണ്ണമായും എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിഞ്ഞാൽ കൂടി അവർക്ക് കൃത്യമായ രീതിയിൽ സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്.
ഇല്ലെങ്കിൽ അവർ ഈ സ്വകാര്യ സംവിധാനങ്ങളെയോ അല്ലെങ്കിൽ പാരലൽ കോളേജുകളെയോ ഒക്കെ സമീപിച്ച് അവിടങ്ങളിൽ പഠനം നടത്തേണ്ടുന്ന ഒരു സ്ഥിതി മലബാറിലെ കുട്ടികൾക്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ മന്ത്രിയോട് തന്നെ നമ്മൾ ചോദിച്ചിരുന്നു, ഈ തെക്കൻ കേരളത്തിലെ സീറ്റ് അനുപാതം, അവിടെ കുട്ടികളുടെ റേഷ്യോ എന്ന് പറയുന്നത് 60:1 എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥി അധ്യാപക അനുപാതം. അത് മലബാറിലേക്ക് എത്തുമ്പോൾ 65-70 എന്ന രീതിയിലാണ്. ഒരു ക്ലാസ്സിൽ തന്നെ 65ഉം അതിലധികവും കുട്ടികൾ പഠിക്കേണ്ടി വരുന്ന, തിങ്ങി നിറഞ്ഞ് പഠിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം മലബാറിലെ സീറ്റ് അപര്യാപ്തതയുടെ പേരിലുണ്ട്. അതുകൊണ്ട് കൂടുതൽ ബാച്ചുകൾ അനുവദിക്കുന്ന രീതിയിലേക്ക് ആ കാര്യം പോകേണ്ടതുണ്ട്. ഈ അനുപാതം ക്രമീകരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനൊരു ശാശ്വത പരിഹാരം എന്നുണ്ടാകുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. അത് ഈ LDF സർക്കാരിന്റെ കാലത്ത് മാത്രമല്ല, UDF സർക്കാരിന്റെ കാലത്തുമൊക്കെ ഈ ഒരു പോരായ്മകൾ ഉണ്ട്. അത് പരിഹരിക്കേണ്ടത് ഏത് സർക്കാരായാലും അത് കൃത്യമായി പരിഹരിക്കേണ്ടത് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ഭാവിയെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. മലബാറിലെ കുട്ടികളെ സംബന്ധിച്ച് കൃത്യമായി ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്. അതിന് സർക്കാരിന് സാധിക്കുമെന്നുള്ളത് തന്നെയാണ് മന്ത്രിയുടെ വാക്കുകളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ മുൻവർഷങ്ങളിലേതുള്ള അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് പൂർണ്ണമായും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കൂടുതൽ ബാച്ചുകൾ അനുവദിക്കാതെ സാധിക്കില്ല എന്നുള്ളതാണ്. അർജുന, ശരി, സംസ്ഥാനത്ത് അലോട്ട്മെന്റ് നേടിയിട്ടും പ്രവേശനം ലഭിക്കാത്ത 82,000 കുട്ടികളാണുള്ളത്. എന്നിട്ടും ഒരു പരാതിയുമില്ലാതെ +1 പ്രവേശനം പൂർത്തിയായി എന്നാണ് മന്ത്രി പറയുന്നത്. നിലവിൽ മലബാറിലെ +1 സീറ്റുകളുടെ അപര്യാപ്തതയിൽ കോഴിക്കോട് KSU പ്രവർത്തകർ മന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. വിശദാംശങ്ങൾ നൽകിയത് റിയാസ് KM ആണ്.